നമസ്കാരം. വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം. ഇങ്ങനെ ജീവിച്ചാൽ മതിയോ നമുക്ക്? മലയാളികൾ മാത്രമല്ല, ലോകം മുഴുവനുള്ള മനുഷ്യർ മുഴുവൻ സംഘർഷഭരിതമായ ജീവിതമാണ് നയിക്കുന്നത്. അതിൽ ഏകദേശം പകുതിയിലധികം ആൾക്കാരും കൊടും ദാരിദ്ര്യത്തിലാണ് ജീവിക്കുന്നത്. MT വാസുദേവൻ നായരുടെ ഒരു സിനിമയുണ്ട്, ആരണ്യകം. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട സിനിമകളിലൊന്നാണ്. ഓക്കെ, അതിൽ ഒരു നായകനുണ്ട്, ശ്രീദേവൻ ചെയ്ത കഥാപാത്രം. അപ്പോൾ അയാൾ നെക്സലൈറ്റാണ്, അതായത് മാവോയിസ്റ്റാണ്. ഓക്കെ, അപ്പോൾ അയാളോട് നായിക ചോദിക്കുന്ന ഇതാണ്: നിങ്ങൾക്ക് നല്ല വീടുണ്ട്, നല്ല ആഹാരമുണ്ട്, വസ്ത്രമുണ്ട്, എല്ലാം ഉണ്ട്, എന്നിട്ട് നിങ്ങൾ എന്തിന് ഈ നെക്സലൈറ്റ് ആവാൻ പോയി, മാവോയിസ്റ്റായി? അപ്പോൾ ആ നായകൻ പറയുന്ന മറുപടി ഇതാണ്: ശരിയാണ്, നീ പറഞ്ഞ പോലെ എനിക്ക് നല്ല വീടുണ്ട്, ആഹാരമുണ്ട്, വസ്ത്രമുണ്ട്, ജീവിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളുമുണ്ട്, ശരി. പക്ഷേ ഇത് എനിക്ക് മാത്രം പോരല്ലോ. ആ നായകനാണ് എൻ്റെ റോൾ മോഡൽ. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇപ്പോൾ 64 വയസ്സായി. ഓക്കെ, ഞാൻ ജനിച്ചത് ഒരു ധനിക കുടുംബത്തിലാണ്. ഞങ്ങളുടെ കുടുംബം പണ്ട്, ഇപ്പോഴും കുറേ പേരൊക്കെ അങ്ങനെയൊക്കെ തന്നെ, പക്ഷെ സംഭവം ഇതാണ്: ഒരു കമ്മ്യൂണിസ്റ്റ് പശ്ചാത്തലമുള്ള കുടുംബമാണ് എൻ്റെ. അച്ഛൻ്റെയും അമ്മയുടെയും കുടുംബമൊക്കെ തന്നെ ഇടതുപക്ഷ ചിന്താഗതിക്കാരാണ്. സ്വാഭാവികമായിട്ടും ഒരു വലിയ കാലയളവ് വരെ ഞാനും ഇടതുപക്ഷ ചിന്താഗതിക്കാരാണ്. പിന്നെ എൻ്റെ ആറ്റിറ്റ്യൂഡുകൾ മാറാൻ തുടങ്ങി. കാര്യം, ഏത് പാർട്ടി ഭരിച്ചാലും, ഏത് രാഷ്ട്രീയ കക്ഷി ഭരിച്ചാലും ദാരിദ്ര്യം നിലനിൽക്കുന്നു. ഓക്കെ, സോവിയറ്റ് യൂണിയൻ എന്ന് പറയുന്ന രാജ്യം എൻ്റെയൊക്കെ സ്വപ്ന രാജ്യമായിരുന്നു. പക്ഷെ അത് ഇന്ന് നിലവിലില്ല. 15 രാജ്യങ്ങളായിട്ട് വിഘടിച്ച് പോയി. ആ സോവിയറ്റ് യൂണിയൻ്റെ ഏറ്റവും ഒടുവിലത്തെ പ്രസിഡന്റ് ശ്രീ ഗോർബച്ചേവ് സോവിയറ്റ് യൂണിയൻ പിരിച്ചുവിടുന്നു, ഞങ്ങൾക്കറിയില്ല എങ്ങനെ മുന്നോട്ട് പോകണം, ഞങ്ങൾ പരാജയപ്പെട്ടു, സോവിയറ്റ് യൂണിയൻ പിരിച്ചുവിടുന്നു. അദ്ദേഹത്തിൻ്റെ പ്രസിഡൻ്റായിരിക്കുമ്പോഴതിൻ്റെ രാജ്യം അങ്ങനെയാണ്. ജനലക്ഷങ്ങളല്ല, ജനകോടികളുടെ മുമ്പിൽ പറഞ്ഞത് ഞങ്ങൾ പരാജയപ്പെട്ടു. അപ്പോൾ സ്വാഭാവികമായിട്ടും പല രീതിയിൽ എൻ്റെ ചിന്തകൾ പോയി. പലതും ഞാൻ ചിന്തിച്ചു. അതിനോടൊപ്പം അതിന് സമാന്തരമായിട്ട്, അതായത് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പൊതുജീവിതം ആരംഭിക്കുന്നു. ബിസിനസ്സാണ് എനിക്ക് പ്രധാനമായിട്ടുള്ളത്. അത് തുടങ്ങിയത്, ഔദ്യോഗികമായിട്ട് എൻ്റെ പൊതുജീവിതം ആരംഭിക്കുന്നത് 1991 ഡിസംബർ 15-നാണ്. ഗോർബച്ചേവ് പറഞ്ഞ ആ സംഭവം നടക്കുന്നത്, അതായത് സോവിയറ്റ് യൂണിയൻ ഒഫീഷ്യലായിട്ട് തകർന്ന ദിനമെന്ന് പറയുന്നത് ഞാൻ പൊതുജീവിതം ആരംഭിച്ച് 10-ാം ദിവസമാണ്. 1991 ഡിസംബർ 26-ാം തീയതിയാണ് സോവിയറ്റ് യൂണിയൻ ഇല്ലാതാകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ പല വഴിയിൽ ചിന്തിച്ച് പല രീതികളിലും പോയി. അങ്ങനെയാണ് ഇന്നത്തെ എൻ്റെ രാഷ്ട്രീയ നിലപാട് ഇപ്പോഴുള്ളത് ഞാൻ രൂപീകരിച്ചത്. എനിക്കിപ്പോൾ രാഷ്ട്രീയ
കക്ഷികളുമായിട്ട് യാതൊരു ബന്ധവുമില്ല. കാരണം ഞാൻ വിചാരിക്കുന്നത് ഇന്നത്തെ സാമൂഹ്യ സാമ്പത്തിക പരിസ്ഥിതിയിൽ നമുക്ക് മനുഷ്യർക്ക് മൊത്തത്തിൽ എല്ലാവർക്കും സമ്പൽ സമൃദ്ധി നേടാൻ പറ്റുകയില്ല, ഏത് രാഷ്ട്രീയ കക്ഷി ഭരിച്ചാലും. ആ ഒരു ചിന്താഗതിയാണ് എനിക്കിപ്പോൾ. അതാണ് എൻ്റെ രാഷ്ട്രീയ നിലപാട്. ഈ ഗോർബച്ചേവ് എന്ന് പറയുമ്പോൾ ഒരു കാര്യമുണ്ട്. ഗോർബച്ചേവ് എന്ന് പറയുമ്പോൾ ഇന്ന് ജീവിച്ചിരിപ്പുള്ള കമ്മ്യൂണിസ്റ്റ്, ലോകത്തിലെ പ്രമുഖ കമ്മ്യൂണിസ്റ്റ് നേതാക്കളിൽ ഒരാളാണ് ശ്രീ ഗോർബച്ചേവ്. അദ്ദേഹം ഏകദേശം ഒരു 4 വർഷം മുമ്പ് ഒരു അഭിമുഖത്തിൽ പറഞ്ഞ ഇതാണ്: നമുക്ക് പുതിയൊരു സാമൂഹ്യ സാമ്പത്തിക വ്യവസ്ഥ വേണം. അത് പറഞ്ഞത് കമ്മ്യൂണിസ്റ്റ് നേതാക്കളിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട 10 നേതാക്കളിൽ ഒരാളാണ് ശ്രീ ഗോർബച്ചേവ്. അദ്ദേഹം പറഞ്ഞത് ഇതാണ്: നമുക്ക് പുതിയൊരു സാമൂഹ്യ സാമ്പത്തിക വ്യവസ്ഥ വേണം. ഇത് ഞാൻ ഏകദേശം 23 കൊല്ലം മുമ്പ് പറഞ്ഞു. ഇന്നത്തെ സാമ്പത്തിക വ്യവസ്ഥിതി അശാസ്ത്രീയമാണ്, നമുക്ക് പുതിയൊരെണ്ണം വേണം. 23 കൊല്ലം മുമ്പ് ആണ് ഞാൻ പറയുന്നത്. ഈ സിസ്റ്റം കൊളാപ്സ് ചെയ്യും. അത് സംഭവിച്ചു കഴിഞ്ഞു, പക്ഷേ മലയാളികൾ അറിഞ്ഞില്ല. കാരണം ഈ പത്രങ്ങളിലും മറ്റു മാധ്യമങ്ങളിലുമൊക്കെ ഈ വിഷയം ചർച്ച ചെയ്യപ്പെടുന്നില്ല. അങ്ങനെ ഏകദേശം ഇന്നത്തെ അവസ്ഥയിൽ ഏകദേശം 45ഓളം രാജ്യങ്ങളിൽ കാര്യമായ രീതിയിൽ ഭരണ സംവിധാനങ്ങളില്ല. അതെല്ലാം തകർന്നു പോയിരിക്കുന്നു. ഇതൊന്നും മലയാളി അറിയുന്നില്ല. മലയാളി ആകെ അറിഞ്ഞത് ശ്രീലങ്കയിൽ പ്രസിഡൻറ്റിനെ അട്ടിമറിച്ച് പ്രസിഡൻ്റെ കൊട്ടാരമൊക്കെ ജനം കൈയടക്കി ആകെ കംപ്ലീറ്റ് പോയി. പിന്നെ നേപ്പാൾ, പിന്നെ ഇറാനിൽ യുദ്ധം ഇപ്പോൾ നടക്കുകയാണ്. അതിന് തൊട്ട് മുമ്പ്, യുദ്ധം വരുന്നതിന് തൊട്ട് മുമ്പ് ആ രാജ്യവും തകർന്നിരിക്കുന്നു. ഇത് മൂന്നും മലയാളികൾക്കറിയാം. പക്ഷേ ഇതുപോലും അറിയാത്ത മലയാളികളുണ്ട്. പോട്ടെ, അതൊന്നും ഞാൻ സംസാരിക്കുന്നില്ല. സംഭവം ഇതാണ്: 45 രാജ്യങ്ങൾ ഇതുപോലെ തകർന്നിരിക്കുന്നു. ഭരണ സംവിധാനം കാര്യമായ രീതിയിലില്ല. 1-2 രാജ്യങ്ങളുടെ കാര്യം, ഈ നേപ്പാൾ തകർന്നതിൻ്റെ 1ാമത്തെ 2ാമത്തെ 3ാമത്തെ ദിവസം തകർന്ന രാജ്യങ്ങളാണ് മൊറോക്കോയും ജോർജിയയും. അതിലൊന്ന് ജോർജിയ പണ്ടത്തെ സോവിയറ്റ് യൂണിയൻ്റെ ഭാഗമാണ്. അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് രാജ്യമായ ക്യൂബ, കമ്മ്യൂണിസ്റ്റ് രാജ്യമായ വെനിസുല, ഇതെല്ലാം സമ്പൂർണമായും തകർന്നിരിക്കുകയാണ്. ഗ്രീസ് എന്ന് പറയുന്ന രാജ്യത്തിന് അവിടുത്തെ ഗവൺമെൻറ് കടക്കെണിയിലാണ്. ഇതൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ചതാണ്, ഇപ്പോഴൊന്നുമല്ല. ആ രാജ്യത്തിന് ഇന്ന് ലോകത്തിലെ ഒരു രാജ്യവും കടം കൊടുക്കുന്നില്ല, ഒരു ഏജൻസിക്കും കടം കൊടുക്കുന്നില്ല, ബാങ്കും. കാരണം തിരിച്ചു കിട്ടില്ല. അതുകൊണ്ട് ഗ്രീസിൻ്റെ ഗവൺമെൻറ്റിന് ആരും കടം കൊടുക്കുന്നില്ല. ഇതേ അവസ്ഥയാണ് ജപ്പാനും. ജപ്പാൻ ഒരു കാലത്ത് ഘനഗംഭീരമായ ഒരു രാജ്യമായിരുന്നു. പക്ഷേ ഇന്ന് അവരുടെ ഗവൺമെൻറ് സമ്പൂർണമായും കടക്കെണിയിലാണ്. 256% അവരുടെ ഡെപ്റ്റ് ടു GDP റേഷ്യോ. അതുപോലെ തന്നെ വെനിസുലയിൽ ഹൈപ്പർ ഇൻഫ്ലേഷൻ എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ കണക്ക് 2%-നും 6%-നും ഇടയ്ക്ക് നിൽക്കണം ഈ ഇൻഫ്ലേഷൻ റേറ്റ്.
പക്ഷെ അവരുടേത് ഒരു പ്രത്യേക കാലഘട്ടത്തിൽ ഏകദേശം 3 വർഷം മുമ്പ് 1,50,000% ഹൈപ്പർ ഇൻഫ്ലേഷൻ. ഇപ്പോഴും 1000-2000% നിൽക്കുന്നത്. ആ രാജ്യത്തിൽ നിന്നാണല്ലോ അവിടുത്തെ പ്രസിഡൻറ്റിനെ അമേരിക്കക്കാർ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയത്. അതുപോലെ എത്രയോ രാജ്യങ്ങളാണ് സമ്പൂർണമായും അവിടുത്തെ ഭരണ സംവിധാനം ഇല്ലാതെ കാര്യമായ രീതിയിൽ ഇല്ല. ഗവൺമെൻറ് ഉണ്ട് പേരിന്, പക്ഷെ അതേസമയം തന്നെ നമുക്ക് വെറും 100 ദിവസം കൊണ്ട് ലോകം സമ്പദ് സമൃദ്ധമാക്കാം എന്നുള്ള ആശയം ഞാൻ പങ്കിട്ട് കഴിഞ്ഞു. അത് താല്പര്യമുള്ളൊരു കറൻസി രഹിത വ്യവസ്ഥയെന്നോ മലയാളത്തിലോ കറൻസി ഫ്രീ സിസ്റ്റം എന്ന് ഇംഗ്ലീഷിലോ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള വീഡിയോസ് കാണാം. ഡോക്ടർ മാർട്ടിൻ പാട്രിക്കിനെ പോലുള്ള അതിവിദഗ്ധരായ കേരളത്തിലെ ഏറ്റവും പ്രമുഖരായ 5 സാമ്പത്തിക വിദഗ്ധരിൽ ഒരാളായ ഡോക്ടർ മാർട്ടിൻ പാട്രിക് സാറ് എൻ്റെ ആശയങ്ങളെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട്. അതൊന്നും ആർക്കും കാണണ്ട. കഷ്ടിച്ച് 1500 പേര് കണ്ടാണ് അത് കണ്ടത്. എല്ലാവർക്കും അങ്ങ് നന്നാവണം, ഭയങ്കര താല്പര്യം. ഇപ്പോൾ എനിക്ക് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള സംഭവം ഞാൻ പറയാം. അതായത് ഓൺലൈൻ ജ്യോതിഷം ഞാൻ ചെയ്യാറുണ്ട്. അപ്പോൾ അതിന് ദക്ഷിണയൊക്കെ അയച്ച് ആൾക്കാർ ഞാനുമായിട്ട് ബന്ധപ്പെടുന്നുണ്ട്. ജനസമ്പർക്കമാണ് ഞാൻ പ്രധാനമായിട്ടും ഈ യൂട്യൂബ് ചാനലുകളിലൂടെ. ഇപ്പോൾ എനിക്ക് 4 യൂട്യൂബ് ചാനലുണ്ട്. ഇതിനകത്തു നിന്ന് കിട്ടുന്ന വരുമാനമൊന്നും കൊണ്ട് എനിക്ക് ജീവിക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ വെളിച്ചം ചാനൽ ഓക്കെ, മോശമല്ലാത്ത ഒരു തുക എനിക്ക് മാസം തോറും കിട്ടാറുണ്ട്. അതുകൂടാതെ ജ്യോതിഷം വഴിയും കിട്ടാറുണ്ട്. അപ്പോൾ ഈ വരുമാനം കൊണ്ടല്ല ഞാൻ ജീവിക്കുന്നത്, മറിച്ച് എൻ്റെ ആശയങ്ങൾ ജനങ്ങളിലെത്തിക്കാൻ വേണ്ടിയുള്ള ഒരു മാധ്യമം മാത്രമായിട്ടാണ് ഞാൻ യൂട്യൂബ് ചാനലുകൾ കാണുന്നത്. പണം സമ്പാദിക്കുക, അങ്ങനെ സമ്പാദിക്കേണ്ട കാര്യം എനിക്കില്ല. ഞാൻ ധനിക കുടുംബത്തിൽ ജനിച്ചതാണ്. കോടിക്കണക്കിന് രൂപയുടെ സ്വത്ത് എനിക്കുണ്ട്, എല്ലാം ഉണ്ട്. നല്ല വീടുണ്ട്, കാറുണ്ട്, ബാങ്ക് ബാലൻസ് ഉണ്ട്, എല്ലാം ഉണ്ട്. നല്ല ആഹാരം, നല്ല വസ്ത്രം, എല്ലാം ഉണ്ട്. ഇതുപോലെ വീഡിയോ ഇട്ട് നടക്കേണ്ട ഒരു കാര്യവും എനിക്കില്ല. ഇതിൻ്റെ പേരിൽ ഞാൻ ഒരുപാട് വിമർശനങ്ങൾ കേൾക്കുന്നുമുണ്ട്. ഇതിൻ്റെ ഒന്നും കാര്യം എനിക്കില്ല. സുഖമായിട്ട് വീട്ടിൽ കിടന്ന് ഉറങ്ങിയാൽ മതി. സുഖമായിട്ട് വീട്ടിൽ കിടന്ന് ഉറങ്ങിയാൽ എനിക്ക് ഒരു ജോലിയും ചെയ്യാതെ എനിക്ക് ജീവിക്കാനുള്ള സാഹചര്യം എനിക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ മനസ്സിൽ വരുന്ന ആശയങ്ങൾ ഞാൻ പറയുന്നു. അത് വലിയ ഗുരുതരമായ കുറ്റമായിട്ടൊന്നും ഞാൻ കാണുന്നില്ല. പിന്നെ തീർച്ചയായിട്ടും ബോറിംഗ് ആണെന്ന് ഭൂരിപക്ഷം പേരും പറയും. ശരി, അതൊന്നും എന്നെ ബാധിക്കുന്നില്ല. കാര്യം എൻ്റെ ഉദ്ദേശം ഇതാണ്, സതുദ്ദേശം തന്നെയാണ്. ഞാൻ സ്വർണ്ണപ്പാളി മോഷ്ടിക്കാൻ പോകുന്നില്ല, മയക്കുമരുന്ന് കച്ചവടം നടത്തുന്നില്ല, യുദ്ധത്തിൻ്റെ പേരിൽ കുഞ്ഞുങ്ങളെ വരെ കൊല്ലുന്ന പരിപാടിയൊന്നും എനിക്കില്ല. പക്ഷേ ഡൊണാൾഡ് ട്രംപിനെക്കാട്ടിലും വിമർശനം എനിക്ക് കിട്ടുന്നുണ്ട്. എന്നെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ഒക്കില്ല. വളരെ നിർദ്ദയമായ രീതിയിൽ പോലും എന്നെ നിരുത്സാഹപ്പെടുത്തിയ നിരവധി പേരുണ്ട്. അതൊന്നും എന്നെ ബാധിക്കുന്നില്ല. കാരണം എനിക്ക് എൻ്റെ ആശയങ്ങൾ, എൻ്റെ മനസ്സിലേക്ക് ആശയങ്ങൾ കടത്തിവിടുന്നത് ഗുരുവായൂരപ്പനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെയാണ് നിമിത്തങ്ങൾ കാണുന്നത്. ഞാൻ പ്രവർത്തിക്കുന്ന ഓരോ പ്രവർത്തിക്കും പോസിറ്റീവായിട്ടുള്ള നിമിത്തങ്ങൾ കാണുന്നു. അതുകൊണ്ടാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. അല്ലാതെ നിയതമായ ഒരു ജീവിത ലക്ഷ്യമില്ലാത്ത
വ്യതിരിക്തമായ ആശയങ്ങളില്ലാത്ത, വ്യതിരിക്തമായ നിയോഗങ്ങളില്ലാത്ത ആൾക്കാർ പറയുന്നൊന്നും ഞാൻ ശ്രദ്ധിക്കാറില്ല. അവരെയൊക്കെ ഞാൻ കാണുന്നത് വെറും അമൂൽ ബേബീസായിട്ടാണ്. ഓക്കെ, നിരവധി കാര്യങ്ങളുണ്ട് എനിക്ക് പറയാൻ. പക്ഷേ ഈ സമയപരിധി ഒരു വലിയ പ്രശ്നമാണ്. ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയല്ല, മറിച്ച് ഈശ്വരൻ എന്നൊരു സംഭവമുണ്ട്, ഒരു പ്രതിഭാസമുണ്ട്. ആ ഈശ്വരൻ എൻ്റെ മനസ്സിലേക്ക് കടത്തിവിടുന്ന ഓരോ ചിന്തയും ഞാൻ ജനങ്ങളോട് പറയുന്നു. എൻ്റെ കടമ ഞാൻ നിർവഹിക്കുന്നു. നമുക്ക് വേണ്ടത് ഈശ്വരൻ ആഗ്രഹിക്കുന്ന തരത്തിൽ നമ്മൾ ജീവിക്കണം. നമ്മുടെ ജീവിതം മാറി മറിയണം. അതാണ് ഞാൻ ചിന്തിക്കുന്നത്. അതിൻ്റെ മുമ്പിൽ ഏത് തടസ്സം വന്നാലും എനിക്ക് പ്രശ്നമില്ല. കാരണം ഞാൻ കൈപിടിച്ചിരിക്കുന്നത് ഗുരുവായൂരപ്പൻ്റെ കയ്യിലാണ്. എൻ്റെ കൈകൾ ശുദ്ധമാണ്. അതുകൊണ്ട് എനിക്ക് ആരെയും പേടിക്കേണ്ട കാര്യമില്ല, മനുഷ്യരെ ഒന്നും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഒറ്റ കാര്യം മാത്രം, ഈശ്വരനെ മാത്രം ഞാൻ ശ്രദ്ധിക്കാറുള്ളൂ. ഈശ്വരൻ്റെ പ്രകൃതി ശക്തിയുടെ, പ്രപഞ്ചശക്തിയുടെ പ്രതികരണം മാത്രമേ ഞാൻ ശ്രദ്ധിക്കാറുള്ളൂ. നമുക്ക് അടിച്ചു പൊളിച്ച് ജീവിക്കാനുള്ള പ്രകൃതി സമ്പത്ത് ഈശ്വരൻ തന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഉത്തരവാദിത്വ ബോധമില്ലാതെ കെടുകാര്യസ്ഥത കൊണ്ട് മാത്രം ഇന്നത്തെ ഈ സാമൂഹ്യ സാമ്പത്തിക വ്യവസ്ഥയിലൂടെ അത് നിലനിർത്തുന്നതിലൂടെ നമ്മൾ കിടന്ന് കഷ്ടപ്പെടുകയാണ്. എല്ലാവർക്കും ടെൻഷനാണ്. ഈ ജ്യോതിഷവുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് വരുന്ന അന്വേഷണങ്ങൾ, അതിൽ എന്ത് പ്രശ്നമാണ് നിങ്ങൾ അഭിമുഖീകരിക്കുന്നത്, ഫേസ് ചെയ്യുന്നത് എന്ന് പറയുക എന്ന് ആവശ്യപ്പെടാറുണ്ട്. അവരെല്ലാവരും 99% പേരും പറയുന്നത് സാമ്പത്തിക ബുദ്ധിമുട്ടുകളാണ്, കടങ്ങളാണ്. ഓരോരുത്തർ വിചാരിക്കുന്നത് ലോട്ടറി അടിക്കും, അങ്ങ് കടം തീരും. കുറച്ച് പേർക്ക്, അതായത് 100-ൽ ഏകദേശം 1-2% പേർക്ക് ബാങ്ക് ബാലൻസും മറ്റുമൊക്കെ കാണും. പക്ഷേ 90%-ലധികം ആൾക്കാരും സംഘർഷഭരിതമായ ജീവിതമാണ് നയിക്കുന്നത്. അങ്ങനെ ജീവിക്കാനല്ല ഈശ്വരൻ ആഗ്രഹിക്കുന്നത്. നമുക്ക് അടിച്ചു പൊളിച്ച് ജീവിക്കാനുള്ള പ്രകൃതി സമ്പത്ത് ഭൂമിയിലുണ്ട്. അത് വിവേകപൂർവം, ബുദ്ധിപൂർവം, കൗശലപൂർവ്വം ഉപയോഗിക്കുക മാത്രം ചെയ്താൽ മതി. നമ്മളുടെ ജീവിതങ്ങളെല്ലാം തന്നെ വെറും 100 ദിവസം കൊണ്ട് നമുക്ക് ഏറ്റവും ആഹ്ലാദകരമായ രീതിയിലേക്ക് നമുക്ക് നമ്മുടെ ജീവിതങ്ങൾ മാറ്റാൻ പറ്റും. 1 രൂപ ചിലവില്ലാതെ. നമ്മളൊക്കെ പ്രാർത്ഥിക്കുകയാണ്. അതായത് ഞാൻ പറയാം, കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ 90%-ലധികം മലയാളി കുടുംബങ്ങളും കടക്കെണിയിലാണ്. ഇനി അത് 100%-ലേക്ക് വരാൻ പോവുകയാണ്. അത് ഞാൻ പറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞു. 2-3 മാസമായിട്ട് എൻ്റെ ഒരു പുതിയ പഞ്ച് ഡയലോഗ് ഇതാണ്: ലോകത്തിലെ മുഴുവൻ രാജ്യങ്ങളും കടക്കെണിയിലാവും, 100% പേരും കടക്കെണിയിലാവും, 100% ബാങ്കുകളും കടക്കെണിയിലാവും, 100% കമ്പനികളും കടക്കെണിയിലാവും. അങ്ങനൊരു പുതിയ വാദമാണ് ഞാൻ മുന്നോട്ട് വെച്ചേക്കുന്നത്. ഇതൊക്കെ മനസ്സിലിട്ടിട്ട് എനിക്ക് കിടന്നുറങ്ങാനൊന്നും നോക്കത്തില്ല. ഇതൊക്കെ കണ്ട് അങ്ങ് നമ്മുടെ വീഡിയോ അങ്ങ് വൈറലായി എനിക്ക് കുറേ കാശ് കിട്ടും എന്നൊക്കെ, അതങ്ങനെയൊന്നുമല്ല ഞാൻ ചിന്തിക്കുന്നത്. ഇത് ഏറിപ്പോയാൽ ഒരു 200 പേര് കാണും ഈ വീഡിയോ. പിന്നെ ഞാനിത് എന്തിനു വേണ്ടി ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, ഈശ്വരൻ്റെ മുന്നിൽ
ഞാൻ എൻ്റെ കടമ നിർവഹിക്കുന്നു. അതുമാത്രമാണ് ഈ വീഡിയോയുടെ ഉദ്ദേശം. എനിക്ക് ഈ ബാങ്ക് ബാലൻസ് അതും ഇതും എല്ലാം ഉണ്ട്. വീട്ടിൽ കിടന്ന് ഉറങ്ങിയാലും എനിക്ക് ജീവിക്കാനുള്ള വരുമാനമുണ്ട്. ആ രീതിയിൽ ഞാൻ പല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ബാങ്കിൽ മാത്രമല്ല, വേറെ എത്രയോ ഓൺലൈനായിട്ടുള്ള ബിസിനസ്സുകൾ ഞാൻ ചെയ്യുന്നു. അതുകൊണ്ട് ഈ പേന കൈകൊണ്ട് എടുക്കുക പോലും ചെയ്യാതെ തന്നെ എനിക്ക് വരുമാനങ്ങളുണ്ട്. ശരി, പക്ഷേ ഞാൻ ചിന്തിക്കുന്നത് ഇതാണ്, എനിക്ക് മാത്രം മതിയോ ഇത്? എല്ലാവർക്കും വേണം. ഓരോരുത്തരെയൊക്കെ വിചാരം ഒറ്റയ്ക്ക് അങ്ങ് ഉയർന്നു പോകാമെന്നാ. അതൊന്നും നടക്കത്തില്ല. കുറേ പ്രാർത്ഥിക്കും നമ്മൾ, ശരി, കുറേ പേരൊക്കെ പ്രാർത്ഥന കൊണ്ട് ഒക്കെ കാര്യങ്ങൾ സാധിക്കുന്നുണ്ട്. 99% പരാജയപ്പെടുകയാണ്, ജീവിതത്തിൽ പരാജയപ്പെടുകയാണ്. എല്ലാവരും പണത്തിൻ്റെ പുറകിൽ ഓടുകയാണ്. ഇല്ലാത്ത ഒരു മരീചികയെ പിന്തുടരുന്ന ഒരു അവസ്ഥയാണിത്. മരീചിക എന്ന് പറയുമ്പോൾ മരുഭൂമിയിൽ ദൂര സ്ഥലത്ത് വെള്ളം കിടക്കുന്നതായിട്ട് തോന്നും. ആ മരീചിക, ആ വെള്ളത്തിന് വേണ്ടി ഇപ്പം മരുഭൂമിയിൽ മൃഗങ്ങൾ നടന്നു തുടങ്ങും. ആദ്യം എത്ര നടന്നിട്ടും ഈ പറഞ്ഞ വെള്ളക്കെട്ടിൻ്റെ ഇല്ലാത്ത വെള്ളക്കെട്ടിൻ്റെ അടുക്ക് ചെല്ലാൻ പറ്റുന്നില്ല. മരീചിക. അങ്ങനെ അവസാനം അത് വെള്ളത്തിന് വേണ്ടി ഓടുകയാണ്, പാനിക്കാവുകയാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട സിനിമകളൊക്കെ ഉണ്ട്. ഓക്കെ, ഏതാണ്ട് അതുപോലെ ഇരുട്ട് ഉള്ള ഒരു മുറിയിൽ ഇല്ലാത്ത പൂച്ചയെ തിരക്കുന്ന മണ്ടന്മാരെ പോലെയാണ് നമ്മൾ പെരുമാറുന്നത്. അതുപോലെ തന്നെ ഈ മിന്നാമിനുങ്ങിനെ ഊതി തീ കത്തിക്കാൻ ശ്രമിക്കുന്ന കുരങ്ങന്മാരുടെ കണക്കാണ് നമ്മുടെ അവസ്ഥ. 1-2% പേര് എല്ലാമൊക്കെ നേടും. പക്ഷെ ഭൂരിപക്ഷവും 99% പേരും ഈ മരീചികയ്ക്ക് വേണ്ടി ഓടി തളർന്ന് ഓരോ സ്ഥലങ്ങളിൽ വീഴുകയാണ്. എല്ലാവരും സംഘർഷഭരിതമായിട്ടാണ് ജീവിക്കുന്നത്. ഇങ്ങനെ ജീവിക്കാനല്ല ഈശ്വരൻ നമ്മളെ ഭൂമിയിൽ സൃഷ്ടിച്ചത്. മറിച്ച് ഈ പ്രകൃതി സമ്പത്ത് എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും 2 തരത്തിലുണ്ട്. ഒന്ന് കാർഷിക ഉൽപ്പന്നങ്ങൾ, ഒന്ന് വ്യവസായിക ഉൽപ്പന്നങ്ങളും ഇരുമ്പ്, ചെമ്പ് തുടങ്ങിയ രീതിയിലുള്ള മെറ്റീരിയൽസും. അതിനൊരു പ്രത്യേക ക്വാണ്ടിറ്റി ഉള്ളൂ. അത് നമുക്ക് കൂടുതൽ ഉൽപ്പാദിപ്പിക്കാൻ കഴിയില്ല. പക്ഷേ കാർഷികോൽപ്പന്നങ്ങൾ നമുക്ക് 100% വിളവെടുക്കാൻ പറ്റും. ഇന്നത്തെ 100% വിളവെടുക്കാൻ പറ്റും. അത് പക്ഷേ കറൻസി രഹിത വ്യവസ്ഥ വന്നെങ്കിലേ അത് നടക്കത്തുള്ളൂ. അത് തന്നെ വേണമെന്നില്ല. നിങ്ങളായിട്ട് ഒരു പുതിയ സാമൂഹിക സാമ്പത്തിക വ്യവസ്ഥ പറയും. ഗോർബച്ചേവ് ആവശ്യപ്പെട്ട പോലെ എല്ലാവർക്കും സമ്പൽ സമൃദ്ധി. അതൊന്നും നടക്കത്തില്ലെന്ന് ചിലരങ്ങ് പെട്ടെന്ന് പറയും. അധാർമികമായ എത്രയോ കാര്യങ്ങൾ ലോകത്ത് നടക്കുന്നു. അതിനേക്കാൾ വേഗതയിൽ ഒരു പൂവ് ഇറക്കുന്ന ലാഘവത്തോടെ നമുക്ക് സമ്പൽ സമൃദ്ധി നേടിയെടുക്കാം. 1 രൂപ ചെലവില്ല. ഈശ്വരൻ ആഗ്രഹിക്കുന്നത് നമ്മൾ ഈ ഈശ്വരൻ തന്നിരിക്കുന്ന പ്രകൃതി സമ്പത്ത് കാര്യക്ഷമമായിട്ട് ഉപയോഗിച്ച് നമുക്ക് സമ്പൽ സമൃദ്ധി നേടാം. അതിന് പറ്റുന്ന
ഒരു സാമൂഹിക വ്യവസ്ഥിതി കണ്ടുപിടിക്കേണ്ടത് ഓരോ മനുഷ്യരുടെയും ഉത്തരവാദിത്വമാണ്. അതാണ് ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്. എല്ലാവർക്കും പുതിയ കാറ് വേണം, പുതിയ മൊബൈൽ വേണം, ഏറ്റവും ലേറ്റസ്റ്റ് രീതിയിലുള്ള വീട്, മറ്റ് ജീവിത സൗകര്യങ്ങൾ, അതുപോലെ തന്നെ പട്ടുസാരി, വസ്ത്രങ്ങൾ, ആഭരണങ്ങൾ, ഇതൊക്കെ എല്ലാവർക്കും വേണം. പക്ഷേ സാമൂഹിക വ്യവസ്ഥിതി അത് 5000 കൊല്ലം മുമ്പ് ഏതെങ്കിലും മണ്ടനുണ്ടാക്കിയത് മതി എന്നാല്ലാരും. അങ്ങനെയുള്ളവരെ, അങ്ങനെ ഈശ്വരൻ തന്ന ബുദ്ധിയും കഴിവും ഊർജവും എല്ലാം ഉപയോഗിക്കാതെ വെറും നിരുത്തരവാദിത്വപരമായിട്ട് ജീവിച്ചു പോകുന്ന ആൾക്കാരെ റെസ്പെക്റ്റ് ചെയ്യാൻ എന്നെ കിട്ടില്ല. ഞാൻ പറയുന്ന കറൻസി രഹിത വ്യവസ്ഥ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ നിങ്ങൾ വേറെ ഒരെണ്ണം പറയണം. അല്ലെങ്കിൽ ഞാനിത് പറയുകയും ചെയ്യും, നിങ്ങളെ ബോറടിപ്പിക്കുകയും ചെയ്യും. ഞാനീ പറയുന്നതൊക്കെ സ്വർണ്ണപ്പാളി മോട്ടിക്കുന്നില്ല, ട്രംപിൻ്റെ കണക്ക് ബോംബെറിഞ്ഞ് മിസൈൽ വിട്ട് ആൾക്കാരെ കൊല്ലുന്നില്ല, മയക്കുമരുന്ന് കച്ചവടം ചെയ്യുന്നില്ല, പിന്നെ ഇവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള നിയമവിരുദ്ധമായിട്ടുള്ള മറ്റ് കലാപരിപാടികളൊന്നും ചെയ്യുന്നില്ല. ചെയ്യുന്നത് ഇത് മാത്രമാണ്. കറൻസി രഹിത വ്യവസ്ഥ ഞാൻ പറയുന്നു. അത് എനിക്ക് പറയേണ്ടി വരുന്നത് മറ്റാരും പുതിയൊരു സാമൂഹിക വ്യവസ്ഥിതി വേണമെന്നുള്ള ഒരു വിഷയം പോലും അറിയാത്ത ആൾക്കാരായിട്ട് തുടരുന്നതുകൊണ്ടാണ്. നിങ്ങൾ പറഞ്ഞാൽ ഞാൻ മാറി നിൽക്കാം, പക്ഷെ ആരും പറയുന്നില്ല. ആർക്കും അറിയില്ല ഇങ്ങനൊരു വിഷയമുണ്ടെന്ന് പോലും. ഗോർബച്ചേവ് പറഞ്ഞ കാര്യം ആരെങ്കിലും അറിഞ്ഞോ? ഇവിടുത്തെ സഖാക്കൾ അറിഞ്ഞോ? പോട്ടെ, നമ്മുടെ സഖാവ് പിണറായി പറഞ്ഞത് എന്താ? 2018 കാലത്ത് തൃശ്ശൂർ ജില്ലാ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞത് ലോകം മുഴുവൻ ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. പക്ഷേ ഇവിടുത്തെ സഖാക്കന്മാരെ പോലും അത് അറിഞ്ഞിട്ട് പോലുമില്ല. പത്രത്തിലൊക്കെ വന്നതാണ്. അതായത് പിണറായി വിജയൻ പറഞ്ഞ ഇതാണ്, 2018 അദ്ദേഹം പറഞ്ഞ ഇതാണ്: 2 വർഷം ഇടതുമുന്നണി ഭരിച്ചു, ഗണ്യമായ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. കാരണം ഗവൺമെൻറ് ഫണ്ടില്ല. അതുപോലെ തന്നെ ഇനിയുമുണ്ട് വർഷങ്ങൾ. പിണറായി അത് പറഞ്ഞ് നിർത്തിയില്ല, അത് തുടർന്ന് പറയുകയാണ്. ഇനിയുമുണ്ട് 3 വർഷം, 2019 തൊട്ട് 2021 വരെ ഇനിയുമുണ്ട് 3 വർഷം. ഇനിയും ഗണ്യമായി ഒന്നും ചെയ്യാൻ പറ്റില്ല, കാരണം ഗവൺമെൻറ് ഫണ്ടില്ല. ഇത് ലോകം മുഴുവൻ ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. പിണറായിയെ പല കാലത്തും ഞാൻ എതിർത്തിട്ടുള്ള വ്യക്തി തന്നെയാണ്. പക്ഷേ അദ്ദേഹം പറഞ്ഞത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷെ അത് ഒരാളും അന്തിചർച്ച നടത്തുന്നില്ല. കാരണം അങ്ങനൊരു വിഷയം ഉണ്ടോയെന്ന് പോലും ആൾക്കാർക്ക് അറിയില്ല. അങ്ങനെ നിരുത്തരവാദിത്വമായിട്ട് ജീവിക്കുന്ന ആൾക്കാരെയൊന്നും ഞാൻ ബഹുമാനിക്കാൻ പഠിച്ചിട്ടില്ല. മുഖത്ത് നോക്കി പറയും. അത് ഞാൻ പറയുന്നതൊക്കെ ബോറിംഗ് ആണെന്ന് പറഞ്ഞാലും ഞാൻ പറയുക തന്നെ ചെയ്യും. കാരണം നിയമവിരുദ്ധമായിട്ടുള്ളതൊന്നുമല്ല ഞാൻ പറയുന്നത് ഇതാണ്: നമുക്ക് സമ്പൽ സമൃദ്ധമായിട്ട് ജീവിക്കാൻ പറ്റണം, ആഹ്ലാദപൂർവ്വം ആവേശപൂർവ്വം നമുക്ക് ജീവിക്കാൻ പറ്റണം. ഒരു കുട്ടി പോലും ചികിത്സ കിട്ടാതെ മരിക്കരുത്, മരുന്ന് കിട്ടാതെ ആരും മരിക്കരുത്, ആരും പട്ടിണി കിടക്കരുത്. എല്ലാവർക്കും വീടും മറ്റ് ജീവിത സൗകര്യങ്ങളും വേണം. അത് ഫ്രീ ആയിട്ട് സൗജന്യമായിട്ട് കിട്ടുന്ന ഒരു സാമൂഹ്യ വ്യവസ്ഥയാണ് ഞാൻ മുന്നോട്ട് വെക്കുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ കറൻസി രഹിത വ്യവസ്ഥയെന്ന് മലയാളത്തിലോ കറൻസി ഫ്രീ സിസ്റ്റം എന്ന് ഇംഗ്ലീഷിലോ സെർച്ച് ചെയ്ത നിരവധി വീഡിയോകൾ വരും. ഞാൻ ചെയ്തതും ഡോക്ടർ മാർട്ടിൻ പാട്രിക് സാറ് ചെയ്തതും.
ഡോക്ടർ മാർട്ടിൻ പാട്രിക് സാറിനെ പോലുള്ള ബുദ്ധിജീവികൾ എൻ്റെ ആശയത്തെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട്, എന്നെ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട്. അതായത് കേരളത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക വിദഗ്ധൻ എന്നെ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മൂല്യം അറിയാവുന്നവർ ദയവ് ചെയ്ത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അത് മാത്രമല്ല, ഡോക്ടർ മാർട്ടിൻ പാട്രിക് സാറിൻ്റെയും എൻ്റെയും വീഡിയോകൾ കാണണം, പ്രചരിപ്പിക്കണം, അതിനെക്കുറിച്ച് ചിന്തിക്കണം, ആഴത്തിൽ ചിന്തിക്കണം. പക്ഷെ ബഹുഭൂരിപക്ഷം ആൾക്കാരും ഉത്തരവാദിത്വ ബോധമില്ലാതെ വെറും ഭാഷയിൽ പറയാമെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വായും പൊളന്നാണ് ഓരോരുത്തർ ജീവിക്കുന്നത്. അങ്ങനെയുള്ളവരെയൊന്നും റെസ്പെക്റ്റ് ചെയ്യാൻ എന്നെ കിട്ടില്ല. ഞാൻ മുഖത്ത് നോക്കി കാര്യം പറയും. എനിക്ക് ഈ വീഡിയോ ചെയ്യേണ്ട കാര്യമില്ല, ഞാൻ ആദ്യമേ പറഞ്ഞു. പക്ഷെ ചെയ്യാതിരിക്കാൻ കഴിയുന്നില്ല. അതായത് യൂട്യൂബിൽ നിന്നുള്ള വരുമാനം ഉദ്ദേശിച്ചല്ല ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്, മറിച്ച് ഉത്തരവാദിത്വമുള്ള ഒരു പൗരനായതുകൊണ്ട് ലോകം നേരിടാൻ പോകുന്ന അതിഭീകരമായ അരാജകത്വവും കൊടും പട്ടിണിയും ഒഴിവാക്കാൻ എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ കാര്യങ്ങൾ പറയുന്നു, പ്രവർത്തിക്കുന്നു. കൂടെ നിൽക്കാൻ താല്പര്യമുള്ളവർ നിൽക്കാം, ഇല്ലെങ്കിൽ വേണമെന്നില്ല, നിർബന്ധമൊന്നുമില്ല, ആരും നിർബന്ധിക്കുന്നില്ല. പക്ഷേ ഞാൻ ഒറ്റയ്ക്കാണെന്ന് വിചാരിക്കരുത്. ലക്ഷക്കണക്കിന് ആൾക്കാർ എൻ്റെ ആശയത്തെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട്. സാമ്പത്തിക വിദഗ്ധർ, 2000-ലധികം സാമ്പത്തിക വിദഗ്ധരും എൻ്റെ ആശയങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിന് എല്ലാറ്റിനും പുറമേ ഈശ്വരൻ എന്ന പ്രതിഭാസം എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് ഏതാണ്ട് 100% ആൾക്കാരും തള്ളിപ്പറഞ്ഞിട്ടും ഞാനിത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഞാനിതുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം ഈശ്വരൻ പോസിറ്റീവായിട്ടുള്ള നിമിത്തങ്ങൾ കാണിച്ച് എന്നെ പ്രോത്സാഹിപ്പിക്കുന്നത് കൊണ്ട് മാത്രമാണ്. എൻ്റെ കൂടെ ഈശ്വരനുണ്ട് എന്ന് തന്നെ തറപ്പിച്ച് ഞാൻ വിശ്വസിക്കുന്നു. അതാണ് എൻ്റെ ഏറ്റവും വലിയ ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇതാ 33 മിനിറ്റായി. ഇത് ലൈവായിട്ട് ഒരു സ്ക്രിപ്റ്റ് പോലും ഇല്ലാതാണ് ഞാൻ ഇത് അവതരിപ്പിച്ചേക്കുന്നത്. മിക്കവാറും വീഡിയോസ് എല്ലാം സ്ക്രിപ്റ്റ് ഇല്ലാതാണ് ഞാൻ അവതരിപ്പിക്കാറുള്ളത്. ഇതിനിടയിൽ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുകയോ ഇതൊന്ന് പോസ് ചെയ്ത് എന്തെങ്കിലും വേറെ ഏതെങ്കിലും സെർച്ച് ചെയ്യുക എന്നൊന്നും വേണ്ടി വന്നില്ല. ഒരേ ആത്മീയ ഊർജത്തിൽ ഞാൻ ഈ 33 മിനിറ്റുള്ള വീഡിയോ ചെയ്യുന്നു. ഈശ്വരൻ തരുന്ന ആത്മീയ ഊർജമാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നതെന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. അതാണ് എൻ്റെ ആത്മവിശ്വാസവും. സൗകര്യമുള്ളവരൊക്കെ ഇത് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഡോക്ടർ മാർട്ടിൻ പാട്രിക് സാറിൻ്റെ ആ വീഡിയോയും കാണുക. കറൻസി രഹിത വ്യവസ്ഥ അല്ലെങ്കിൽ കറൻസി ഫ്രീ സിസ്റ്റം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വീഡിയോസ് അദ്ദേഹവും ചെയ്തിട്ടുണ്ട്, ഞാനും ചെയ്തിട്ടുണ്ട്. അതൊക്കെ കാണുക, അതൊക്കെ ഷെയർ ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, തൽക്കാലം നിർത്തുന്നു. വീണ്ടും ഞാൻ വരും. നിങ്ങളെ ബോറടിപ്പിക്കാൻ വേണ്ടി ഞാൻ വീണ്ടും വരും. ലോകം സമ്പൽ സമൃദ്ധമാകുന്നതുവരെ അല്ലെങ്കിൽ എൻ്റെ ശബ്ദം അടയുന്നതുവരെ ഞാൻ ഈ പ്രവൃത്തി തുടരുകയും തന്നെ ചെയ്യും. പറ്റുന്നവരൊക്കെ കൂടെ നിൽക്കുക, ഇല്ലെങ്കിൽ പ്രശ്നമില്ല. എന്തായാലും തൽക്കാലം ഈ സമയം അല്പം ദൈർഘ്യം ഒക്കെ എടുത്തത് കൊണ്ട് മാത്രം ഞാൻ തൽക്കാലം ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. നമസ്കാരം, ശുഭദിനം.